ദിവസമായിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നെന്താണെങ്കിലും സൺഡേ ആണല്ലോ അപ്പോൾ നല്ല ഫ്രീ ടൈം ഉണ്ടാവും ഇന്ന് വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ കുറച്ച് വീഡിയോസ് എല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചിട്ട് വന്നിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോസ് അല്ലേ ഇടുന്നത്. അപ്പം നിങ്ങൾക്കും ഉണ്ടാവില്ല ഇങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനീൻ്റെ പരിസരങ്ങളെല്ലാം കാണാനൊക്കെ ഒരാഗ്രഹം. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. ആക്ച്വലായിട്ട് പോകേണ്ട വഴി ആ സൈഡായിട്ട് ഞാനിപ്പോൾ കാട്ടി തന്നില്ലേ ആ വഴിയാണ്. പക്ഷെ അവിടെ വർക്ക് നടക്കുന്നത് കൊണ്ട് നമുക്ക് അതിലെ പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് എന്താക്കാം താഴ്ന്ന് ലിഫ്റ്റ് കയറിയിട്ട് പോവാം കേട്ടോ. ഇന്ന് പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ പോവാൻ എനിക്ക് നല്ല മടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിങ്ങനെ മാസാവസാനം ആകുമ്പോൾ ഇങ്ങനെ സാലറി ഇങ്ങനെ അക്കൗണ്ടിലേക്ക് വരികയല്ലോ എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വർക്കിന് പോകുന്നത്. ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസിനും ഓരോ ചിപ്പ് കാർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് നമ്മൾ സ്വൈപ്പ് ചെയ്താലേ നമുക്ക് ഇങ്ങോട്ട് ഫ്ലോറിലേക്ക് നമുക്ക് എൻട്രി ഉള്ളൂ കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് സൈഡിൽ മാത്രമേ ഈ സാധനം ഉള്ളൂന്നേ. പിന്നെ ഈ ഭാഗത്ത് കൂടി വന്നപ്പോൾ മുതലാണ് ഞാനിത് അറിയുന്നത് ഈ താഴെയുണ്ട്. ഞാൻ ആദ്യം ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ ആർക്കും എന്താക്കുക പെട്ടെന്ന് അങ്ങ് പുറത്തെല്ലാം അങ്ങ് പോവുക, ഇതിങ്ങനെ വെക്കൊന്നും വേണ്ടല്ലോ എന്നേ, താഴെ കൂടി അങ്ങ് ഇറങ്ങി പോയാൽ മതി എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ടൈം. പിന്നെയാണ് ഞാൻ അറിയുന്നത് താഴെ ഈ സംഭവം ഉണ്ട്. പാർക്കിംഗ് ഏരിയയിലേക്ക് പോകാനാണെങ്കിലും ഇത് നമ്മൾ സ്വൈപ്പ് ചെയ്താൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് അറിഞ്ഞത്. പിന്നെ നമുക്ക് വർക്ക് പ്ലേസിലേക്ക് ഫോൺ അലൗഡ് അല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കില്ല എപ്പോൾ ഞാനിങ്ങനെ കമ്പനി വരെ വരുന്നു പിന്നെ എന്താ ചെയ്യുന്നതെന്നുള്ളത് കാണുന്നില്ല എന്നുള്ളത്. ആക്ച്വലി എനിക്ക് കമ്പനീൻ്റെ മീൻസ് ഫ്ലോറിലേക്ക് എനിക്ക് ഫോൺ അലൗഡ് അല്ല. നമ്മൾ മെഡിക്കൽ കോഡിംഗ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഹിപ്പയ്ക്ക് എഗെയിൻസ്റ്റ് ആണ്. ഹിപ്പയ്ക്ക് എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പേഷ്യൻസിൻ്റെ ചാർട്ട്സ് ആണല്ലോ നമ്മൾ കോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കോഡ് ചെയ്യുന്നതിന് നമ്മൾ എന്താക്കും പേഷ്യൻസിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ക്യാപ്ചർ ചെയ്യുക, പിന്നെ നമ്മളത് പബ്ലിഷ് ചെയ്യുകയെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഹിപ്പയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നിട്ടുള്ളൊരു റൂളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ ഞാൻ എന്താക്കിയെന്ന് അറിയാം, എൻ്റെ നിക്കിനെ കൂട്ടിയിട്ട് ഞാൻ വേഗം കുറച്ചൊന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം ഒന്ന് കുറച്ച് എടുക്കുക. നല്ല വെളിച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വൃത്തിക്ക് നല്ല വീഡിയോസ് എല്ലാം കിട്ടുന്ന വെച്ചിട്ട് എന്താക്കി അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇറങ്ങിയത് വെറുതെ ആയില്ല, നല്ല വൃത്തിക്ക് എനിക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പോസ്റ്റ് ചെയ്യാൻ മീൻസ് ഞാൻ റീലാക്കിയിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളത് ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. നമ്മുടെ ഓഫീസിൻ്റെ പുറത്ത് ഇങ്ങനെ കുറച്ച് ഗാർഡൻ പോലെയൊക്കെ ഉണ്ട്, റിലാക്സ് ചെയ്യാനൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ടൈം കിട്ടില്ല കേട്ടോ. ഇവിടെ വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവർ പ്രൊഡക്ഷനൊക്കെ ഉള്ള ടൈമിലാണെങ്കിൽ നമുക്കങ്ങനെ ഫ്ലോറിൻ്റെ ഉള്ളിൽ നിങ്ങൾ അനങ്ങാനേ പറ്റില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ ആകെ കിട്ടുന്ന ഒരു സൺഡേയോ അല്ലെങ്കിൽ നോൺ വർക്കിംഗ് സാറ്റർഡേയ്സിൽ മാത്രമേ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ജസ്റ്റ് ഒന്ന് നടന്നൊന്ന് റിലാക്സ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ദിവസമുള്ളൂ. അതുകൊണ്ട് തന്നെ സാറ്റർഡേ സൺഡേ വർക്കിന് പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ എന്നാലും കിട്ടുന്ന ആ ഒരു ലീവ് പിന്നെയും വർക്ക് ചെയ്യണമല്ലോ എന്നുള്ള വിചാരത്തിലുള്ളൊരു സങ്കടം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് നേരം എന്താക്കുക ബാക്കി സ്ഥലങ്ങൾ കൂടി കാട്ടിത്തരാന്നേ. ഇതാണ് ഞാൻ എപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്ന ക്യാൻറ്റീൻ. ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലത്തെ മാത്രം ആൾക്കാരൊന്നുമല്ല കേട്ടോ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരിക. തൊട്ടപ്പുറത്തുള്ള വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള എംപ്ലോയീസ് എല്ലാം വരുത്തുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ 2 ക്യാൻറ്റീനും കൂടി ഒരുമിച്ചാണ്. മറ്റേ ഫ്ലോറിലുള്ള ക്യാൻറ്റീനും കൂടി നമ്മളെ ഫ്ലോറിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ ഇന്ന് ഇട്ടിട്ടുള്ള ഷർട്ടാണെങ്കിലും സോക്സ് ആണെങ്കിലും പിന്നെ വാച്ച് ആണെങ്കിലും സെയിം കളറാണ്. അത് ഞാൻ വാഷ്റൂമിൽ പോയിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന് വീഡിയോസ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. എത്ര വൃത്തിയില്ലാത്ത കണ്ണാടി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ ചിരിച്ച് വൃത്തി നിൽക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ് നിങ്ങളത്. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങൾ ഒരുപോലെയാണ് ഗൈസ്. അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. എനിക്കിങ്ങനെ ഈ തമ്പ് ഇങ്ങനെ പൊക്കി ഇപ്പോൾ എന്ത് ക്യാമറ ഇങ്ങനെ ഓണാക്കി ഇങ്ങനെ എടുത്താലും കൈ ഇങ്ങനെ അങ്ങ് പൊക്കി പിടിക്കും. ഇവിടെ മൊത്തം 2 ഫ്ലോറിലായിട്ടാണ് കേട്ടോ നമ്മൾ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് ഗ്രൗണ്ട് ഫ്ലോറിലും 4th ഫ്ലോറിലും. ഞാൻ വർക്ക് ചെയ്യുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് വന്നിട്ട് 4th ഫ്ലോറിലാണ്. അതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളതും കുറച്ചും കൂടി നീറ്റായിട്ട് തോന്നിയിട്ടുള്ള വാഷ്റൂം കേട്ടോ. പിന്നെ ഇന്നത്തെ നമ്മളെ ചാർട്ടടിയും പ്രൊഡക്ഷനും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. കുറച്ച് അഡ്വഞ്ചറായിട്ട് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതിൻ്റെ അതിൽ കൂടി കയറി മറിഞ്ഞ് കുന്നൊക്കെ കയറി പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പിന്നെ നിങ്ങൾക്ക് മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ ഇനിയിപ്പോൾ പഠിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് ഇതിൻ്റെ വർക്കും പ്രൊസീജിയേഴ്സെല്ലാം എങ്ങനെയാണെന്നുള്ളത് അറിയണമെങ്കിലും എന്താക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ജസ്റ്റ് അതിനൊക്കെ റിപ്ലൈ തരാം, അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ പോകുന്ന വഴിക്കുന്നത് എന്തൊക്കെ 2 കട്ടപ്പെട്ടിയും വാങ്ങി നടന്ന് പിന്നെ പോകുന്ന വഴിക്ക് 2 പൂവും കിട്ടി. ആ പൂവും കുറച്ച് ഇങ്ങനെ നടന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.